തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരവും ഫണ്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പുനർവിന്യാസവും നടന്നതിന് ശേഷമല്ലേ ഈ കേരളത്തിൽ ആകമാനം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനി ഇങ്ങനെയായിരുന്നു. പൊന്നാനിയിലുണ്ടായുള്ള മാറ്റങ്ങൾ ഈ നാടറിയുന്നില്ലേ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ കേരളമാകെ അഭിമാനപൂർവം കാണുന്നില്ല ഇന്ന്. എന്നാൽ കേരളീയർ അഭിമാനത്തോടുകൂടി കൊണ്ടു നടന്നിരുന്ന ഈ ജനകീയ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണിമുഴക്കമാണ് UDF ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്താ അവർ അധികാരത്തിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളത്? പ്ലാൻ ഫണ്ട് ഗണ്യമായ രൂപത്തിൽ വെട്ടിക്കുറച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരുന്ന 10,189 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചതാണ്. ആ ഫണ്ട് മാസങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്നിട്ടുള്ള ഇവർ 1,533 കോടി അതിൽ നിന്ന് വെട്ടിക്കുറച്ച് 8,534 കോടിയിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ മാറ്റം പൊന്നാനിയിലുണ്ടാവും, വെളിയങ്കോട്ടുണ്ടാവും, നന്നമുക്ക് പഞ്ചായത്തിലുണ്ടാവും, മാറഞ്ചേരിയിലുണ്ടാവും. ഇവിടെയെല്ലാം ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതി നിർവഹണത്തിന്റെ കുറവുകൾ സംഭവിക്കും. PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPIM പൊന്നാനി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, MA ഹമീദ്, AK ജബ്ബാർ, രജി ഷൂപ്പാല, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, CV സുധ, PV ലത്തീഫ്, ബിന്ദു സിദ്ധാർത്ഥൻ, ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു.